ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്പനയിലിൽ കണ്ട പോലെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വളരെ ഈസി ആയിട്ട് പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യാതെ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നെക്ക് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത്, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സൈഡിലേക്ക്, കൈയുടെ സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. നിങ്ങൾ ആ ഒരു തമ്പനയിൽ പിക്ചർ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ രണ്ട് സൈഡ് മാത്രം, നെക്കിൻ്റെ രണ്ട് സൈഡ് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ഒരു പാറ്റേണും വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ആൻറ്റി കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ബീഡ്സ് ഒന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. അതുകൊണ്ട് ബിഗിനേഴ്സിന് തന്നെ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ബീഡ് വർക്ക് ആയതുകൊണ്ട് നമ്മൾ നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ബോർഡർ ലൈൻ ഉണ്ടല്ലോ, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഇല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ അഡീഷണൽ വർക്കുകളൊന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. അപ്പോൾ നമ്മൾ റെഡ് ഡ്രസ്സിൽ ചെയ്യുന്നതുകൊണ്ടാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറെ കളേഴ്സ് ഡ്രസ്സിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അപ്പം ഈ ഒരു ലൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ബോർഡർ ലൈൻ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ഇപ്പോൾ എല്ലാ വീഡിയോസിലും തന്നെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയാത്തത്. നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാനിപ്പോൾ മനസ്സിലായി കാണും, അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബോർഡർ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു പറഞ്ഞ പോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നുകൊണ്ട് നമ്മളെ കൈയുടെ അവിടേക്ക് വരുന്ന ആ ഒരു ഡിസൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നെക്കിലൊന്നും ഡിസൈൻ വരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിലും അവരുടേതായ രീതിയിലുള്ള വർക്കുകളൊക്കെ നമുക്ക് അയച്ചു തരുന്നുണ്ട്. ഒത്തിരി സന്തോഷം കാണുമ്പം. അപ്പോൾ നമ്മൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങൾ ഫോട്ടോസ് അയച്ചു തരണം ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയും വീഡിയോസ് കാണുന്നവർക്കും അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ അത് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും ഫോട്ടോസ് അയച്ചു തരണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബോർഡർ ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എത്ര ഭാഗത്തേക്കാണ് ആ ഡിസൈൻ കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തേക്കുന്ന ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബീഡ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉള്ളിൽ ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഒരു ഡിസൈനും പാറ്റേണോ ഒന്നുമില്ല. അധികം ഗ്യാപ്പ് വരരുത്. അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ബീഡ്സ് വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ചേറെ സമയമാണ് കേട്ടോ. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചേറെ സമയം വേണ്ടി വരും. അതുപോലെ നമ്മൾ നോർമൽ നീഡിൽ കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ അതുമാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് വലിയ ആളുകളുടെ അല്ല, കുട്ടികളുടെ ഡ്രസ്സിലാണെങ്കിൽ പോലും ചെയ്ത് കൊടുക്കാവുന്ന നല്ല ഈസി വർക്കാണിത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്ത് രസം ഔട്ട്ലുക്ക് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് സ്ലീവിലും ഇത് ചെയ്തെടുക്കാം. സ്ലീവിലും ഇതുപോലെ അത്യാവശ്യം നല്ല ഹെവി വർക്കാണ്. കാരണം ഒരുപാട് സമയം വേണ്ടി വരും. ഡിസൈനിൻ്റെ ഒരു അല്ലെങ്കിൽ പാറ്റേണിൻ്റെ ഹെവിനെസ് അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് കുറേയേറെ സമയം വേണ്ടി വരും. അപ്പോൾ അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കയ്യിൽ ലൈറ്റായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് സംശയങ്ങളൊക്കെ എന്നോട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചോദിക്കുന്നുണ്ട്. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിലൂടെ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ എടുക്കേണ്ട നീഡിൽ എന്ന് പറഞ്ഞാൽ നീഡിൽ നമ്പർ 10 തൊട്ട് 12 വരെയുള്ള നീഡിലാണ്. അതായത് 10, 11, 12 ഇതിലേത് വേണമെങ്കിലും എടുക്കാം. ഏറ്റവും ചെറിയ ബീഡ്സൊക്കെ ആണെങ്കിൽ നീഡിൽ നമ്പർ 12 തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് വാങ്ങുന്ന കടയിൽ ചെന്ന് അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും, അവിടെ ഉണ്ടാവും അത്. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ത്രെഡിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത്, ത്രെഡൊക്കെ ഒരുപാട് ത്രെഡുകൾ നമുക്ക് അവൈലബിൾ ആണ് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. മെയിനായിട്ട് നമ്മൾ ആങ്കർ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്, സിൽക്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ ഒരുപാട് ത്രെഡുകളുണ്ട്. നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇത് എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും നല്ലത് ആങ്കർ ത്രെഡ് അല്ലെങ്കിൽ ആങ്കർ ത്രെഡ് പോലുള്ള ഡോളി, രംഗോലി അങ്ങനെയുള്ള ത്രെഡുകളുണ്ട്. അത് തന്നെ മേടിച്ചിട്ട് നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഫെയർ ക്ലോത്തിൽ ചെയ്യുക. സിൽക്കിൻ്റെ ത്രെഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും റഫ് ക്ലോത്തിൽ ചെയ്തതിന് ശേഷം മാത്രം ഫെയറിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ.
പിന്നെ നമ്മൾ ഇതുപോലെ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന ത്രെഡ്, അതായത് നമ്മൾ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡാണ് എടുക്കുന്നത്. അത് എപ്പോഴും നിങ്ങൾ ഏത് ക്ലോത്താണ് എടുക്കുന്നത് അതേ കളർ തന്നെ എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരേ കളറ് ത്രെഡ് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയാറുമുണ്ട്, നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് ഏതാണോ അതേ കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ജോർജറ്റ് മെറ്റീരിയലിലേക്കാണെങ്കിൽ അടിയിൽ ഈ ത്രെഡ് പോകുന്നത് നന്നായിട്ട് എടുത്തറിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തോണേ. പിന്നെ ബീഡ്സിൻ്റെ കാര്യം, ബീഡ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബീഡ്സ് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളത് മേടിക്കുമ്പോൾ ചിലപ്പം കുറച്ച് റേറ്റ് ആകുമായിരിക്കും, എങ്കിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫെയർ ക്ലോത്തിൽ ചെയ്യുമ്പം കുറച്ചേറെ നാൾ ലാസ്റ്റ് ചെയ്യും. ഇനി ചെയ്ത് പഠിക്കാനൊക്കെ ആണെങ്കിൽ റേറ്റ് കുറഞ്ഞ ബീഡ്സ് മേടിച്ചാലും മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും അല്ലെങ്കിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ബേസിക് എംബ്രോയ്ഡറി നമ്മൾ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആദ്യമേ കാണുന്നവർക്ക്, ബിഗിനേഴ്സിനൊക്കെ അത് യൂസ്ഫുൾ ആവും. തീർച്ചയായിട്ടും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ തീരെ ഗ്യാപ്പ് ഇല്ലാതെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഓൾ ഓവർ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. കട്ട് ബീഡ്സ് തന്നെ ഈ ഡിസൈന് വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ. ഇതുപോലെ 2 സൈഡുകളിലും ചെയ്തെടുക്കുക. ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഔട്ട്ലുക്ക്. ഞാൻ ഔട്ട്ലുക്ക് ഒന്ന് കാണിച്ചു തരാം. നല്ല കിട്ടുമായിട്ട് കിട്ടും. നല്ലൊരു ബൊട്ടീക്ക് എംബ്രോയ്ഡറിയാണിത്. നമുക്ക് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.